CPM മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മുല്ലശ്ശേരി മധു BJP-യിലേക്ക് എന്നുള്ളതാണ്. BJP സംസ്ഥാന ജില്ലാ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ അംഗത്വമെടുക്കാൻ ധാരണയായതായി സൂചന വരുന്നു. ഇന്നു രാവിലെ 11 മണിക്ക് നേതാക്കൾ മുല്ലശ്ശേരി മധുവിന്റെ വീട്ടിലെത്തി പാർട്ടിയിലേക്ക് ക്ഷണിക്കും. VS അനുരാഗ് ചേർന്നുണ്ട്. അനുരാഗ്, ഗുഡ് മോർണിംഗ്. ഈ മുല്ലശ്ശേരി മധു ഈ പാർട്ടി വിട്ടതിന് പിന്നാലെ തന്നെ ഒരു മുന്നണി മാറ്റ സൂചന നൽകിയിരുന്നു. അത് BJP-യിലേക്കാണോ UDF-യിലേക്കാണോ എന്നൊരു ആശങ്ക മാത്രമേ നിലനിന്നുള്ളൂ. BJP-യിലേക്കാണ് അല്ലേ? ഗുഡ് മോർണിംഗ് സേതു. തീർച്ചയായും BJP-യിലേക്ക് പോകാനാണ് ഇപ്പോൾ മധു മുല്ലശ്ശേരി തീരുമാനമെടുത്തിരിക്കുന്നത്. നേരത്തെ ഏരിയ സമ്മേളനത്തിൽ, മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ തന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം സമ്മേളന നഗരിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് വലിയ രീതിയിലുള്ള ആക്ഷേപവും കൊടിയ ഒരു ആരോപണങ്ങളുമാണ് ജില്ലാ സെക്രട്ടറിക്കെതിരെ അടക്കം അദ്ദേഹം ഉന്നയിച്ചത്. ഈ ഇറങ്ങിപ്പോയ ദിവസം തന്നെ വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. കഴിഞ്ഞ ദിവസം അടക്കം ജില്ലാ സെക്രട്ടറിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അത് ഇത്തരത്തിൽ സാമ്പത്തിക അഴിമതി ആരോപണം, അതുപോലെ തന്നെ വർഗീയത ഇദ്ദേഹം ഉയർത്തുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ജില്ലാ സെക്രട്ടറിക്കെതിരെ മധു മുല്ലശ്ശേരി ആവർത്തിച്ചത്. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ BJP നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ ആ ഘട്ടത്തിലൊക്കെയും അദ്ദേഹം ഒരു തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ള മറുപടിയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയത്. മുസ്ലിം ലീഗും കോൺഗ്രസും BJP-യും അടക്കം, അതിനൊപ്പം തന്നെ DMK PV എന്നിവർ അടക്കം അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. പക്ഷേ തീരുമാനമെടുത്തിട്ടില്ല. 2 ദിവസത്തിനകം തീരുമാനമെടുക്കുമെന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞ മറുപടി. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ BJP-യിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് 11 മണിയോടുകൂടി തന്നെ BJP സംസ്ഥാന നേതാക്കൾ മംഗലപുരത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യും. പിന്നീട് ഔദ്യോഗികമായി തന്നെ ക്ഷണിക്കും. പിന്നീട് BJP-യിലേക്ക് ഉള്ള ആ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ തലവേദന തന്നെ ഇത്തരത്തിൽ പലയിടങ്ങളിലും സമ്മേളനം നടക്കുന്ന കാലഘട്ടത്തിൽ ഈ പാർട്ടിയുടെ ആണിക്കല്ലായവർ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതും BJP-യിലേക്ക്, പിന്നീട് ഇത്തരത്തിൽ BJP-യിലേക്ക് പോകുന്നത് വലിയ രീതിയിലുള്ള തലവേദനയും നാണക്കേടും തന്നെയാണ് CPM-ന് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സംസ്ഥാനത്തും രാജ്യത്തും അവർ മുഖ്യ ശത്രുവായി കാണുന്നത്, രാഷ്ട്രീയ എതിരാളിയായി കാണുന്നത് BJP-യെ തന്നെയാണ്. അങ്ങനെ വലിയ രീതിയിൽ പ്രവർത്തിച്ചവർ പിന്നീട് ഒരു പടലപ്പിണക്കത്തിന്റെ ഭാഗമായി പിന്നീട് BJP-യിലേക്ക് ചേക്കേറുന്നത് വലിയ രീതിയിലുള്ള നാണക്കേടും മറുപടി പറയാൻ തന്നെ ഉള്ള ബുദ്ധിമുട്ടിലേക്ക് CPM സംസ്ഥാന നേതൃത്വവും ഈ പോകുന്നിടത്തുള്ള ജില്ലാ നേതൃത്വവും പെടാപ്പാടുപെടുന്ന സാഹചര്യം. എന്തായാലും മുല്ലശ്ശേരി മധു BJP-യിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. 11 മണിയോടുകൂടി തന്നെ സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തും. ഔദ്യോഗികമായി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് പ്രഖ്യാപിക്കുകയും ചെയ്യും. ശരി അനുരാഗ്. ഈ തിരുവായ്ക്കെതിരുവ പറഞ്ഞാൽ ഉടൻ പുറത്താക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിരം ശൈലിയാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മധുവിന്റെ പ്രതികരണം. മാത്രമല്ല, തന്റെ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മധു പറഞ്ഞിരുന്നു. ജില്ലാ സെക്രട്ടറിക്കെതിരെ അടക്കം അതിശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് മുല്ലശ്ശേരി മധു പാർട്ടി വിട്ടത്. തന്റെ നിലപാട് 2 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞതുമാണ്. ഇപ്പോൾ മധു മുല്ലശ്ശേരി BJP-യിലേക്ക് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. രാവിലെ 11 മണിക്ക് സംസ്ഥാന നേതാക്കൾ മുല്ലശ്ശേരി മധുവിന്റെ വീട്ടിലെത്തി അംഗത്വം നൽകുമെന്നൊരു സൂചനയാണ് ഇപ്പോൾ VS അനുരാഗ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.